മലയാളി ഒരു ജനിതക വായന എന്ന കെ സേതുരാമൻ IPSന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരാണ് ശരിക്കും മലയാളി? മലയാളികൾ തന്നെ നമുക്ക് ഒരുപാട് ഡിവിഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമ്പൂതിരിമാരുണ്ട്, നായന്മാരുണ്ട്, പുലയരുണ്ട്, ഈഴവരുണ്ട്. ആരാണ് ഇവരൊക്കെ? ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ വന്നുപെട്ടത്? ഇവരെ നമ്മൾ കാണുമ്പോൾ തന്നെ പ്രകടമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്പൂതിരിമാരെ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും വെളുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ പുലയരെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കറുത്ത നിറമുള്ളവർ തന്നെയാണ് പുലയർ. എങ്ങനെയാണ് ഈ നിറത്തിൽ വ്യത്യാസം ഉണ്ടായത്? ഉയരത്തിലുമൊക്കെ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആരാണ് ഇവർ ശരിക്കും? ഇതിനെ രണ്ട് രീതിയിലാണ് ഞാനിവിടെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന്, ജനിതകമായിട്ടുള്ള പഠനം, അതായത് DNA പഠനങ്ങളിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുത്തതെന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭ്യമാവുക ജനിതകപരമായിട്ടുള്ള പഠനത്തിന് തന്നെയാണ്. കാരണം അത് ശാസ്ത്രമാണ്. ഹിസ്റ്ററിയിൽ മുൻപ് പലരും പല കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ശരിക്കും ഹിസ്റ്ററിയായി മാറണമെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന ചരിത്രം, ആ ചരിത്രം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ആ ചരിത്രത്തിലൂടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഈ ചരിത്രങ്ങളിലൊക്കെ തന്നെയും പറയുന്നത് മലയാളികൾ ഇവിടെ എത്തിച്ചേർന്നത് ഒരു വലിയ വംശീയ കുടിയേറ്റത്തിലൂടെയാണെന്നാണ്. പല ഘട്ടങ്ങളിലായിട്ട് പല വംശത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുവെന്ന് പറയുന്നു. അങ്ങനെ എത്തിച്ചേർന്നവർ വ്യത്യസ്തരായിട്ടുള്ള ജാതിയിൽപ്പെട്ട ആളുകളായിട്ട് മാറുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ള നെഗ്രിറ്റോസ് കേരളത്തിലും എത്തിച്ചേരുകയുണ്ടായി. അങ്ങനെ കേരളത്തിൽ എത്തിച്ചേർന്ന ഈ നെഗ്രിറ്റോസ് ആണ് ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് മാറുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ദ്രാവിഡന്മാർ ഇവിടെ എത്തിച്ചേർന്നതായിട്ടും ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. ഈഴദേശത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് ഈഴവർ. ഈഴദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ നിന്നും കടൽ താണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ. മലബാർ മേഖലകളിൽ നമുക്ക് തീയന്മാരെ കാണാൻ സാധിക്കും. തീയന്മാർ ഇവിടെ എത്തിച്ചേർന്നത് കിർഗിസ്ഥാനിൽ നിന്നാണെന്നാണ് പറയുന്നത്. കിർഗിസ്ഥാനിൽ നിന്നും ആദ്യം അവർ സിന്ധു നദീതടങ്ങളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അവിടെ നിന്ന് കുറേ അധികം നാളുകൾ കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ചും മലബാർ ഭാഗത്തായിട്ട് എത്തിച്ചേർന്നത്. നേപ്പാളിൽ നിന്നും നെയ്വർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എത്തിച്ചേരുകയുണ്ടായി. അവരാണ് പിന്നീട് നായന്മാരായിട്ട് മാറിയത്. സംസ്കൃതം സംസാരിക്കുന്ന, സംസ്കൃതം ഭാഷയായിട്ടുള്ള ചില ആളുകൾ, ആര്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ ഇവിടെ പലപ്പോഴായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേർന്നവരാണ് ഇവിടുത്തെ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് പല രേഖകളിലായിട്ട് എഴുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനിയാണ് കാര്യഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള യുക്തി നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ജനിതകമായിട്ടുള്ള പഠന ഫലങ്ങളും പരിശോധിക്കാം. ഈഴവർ, നമ്മുടെ കേരളക്കര എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ അടങ്ങിയിരിക്കുന്ന 1/3 ഈഴവരാണ്. അവരിൽ പലരും പല മതങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മതം മാറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മതം മാറ്റം നടത്തിയവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 1/3 എന്ന കണക്കെടുക്കുന്നത്. അതായത് കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 1 കോടി ജനങ്ങളും ഈഴവരാണ്. അവർ എങ്ങനെയാണ് ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത്? തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഈ 1 കോടി ഈഴവരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പല തലമുറകളായിട്ട് ഇങ്ങനെ 1 കോടി ജനങ്ങളായിട്ട് മാറിയതാണ്. എന്നാലും എണ്ണത്തിൽ വളരെയധികം കൂടുതൽ ആ കാലഘട്ടത്തിലും ഈഴവർ തന്നെ ആയിരിക്കണം. ആ ഈഴവർ ശ്രീലങ്കയിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് അവർ ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നത്? 5000 വർഷം അല്ലെങ്കിൽ ഒരു 6000 വർഷം മുമ്പുള്ള കാര്യമായിട്ടാണ് ചരിത്ര രേഖകൾ ഇത് പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ 6000 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? ഒരുപക്ഷെ കപ്പൽ എന്നാണ് ഉത്തരമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇവർ കപ്പൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? കപ്പലുകൾ പിന്നെയും അവർ ഉപയോഗിച്ചിരിക്കണമല്ലോ. കാരണം അവർ ആ കപ്പൽ ഉപയോഗിച്ച് കേരളക്കരയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ കപ്പൽ എന്ന ടെക്നോളജി അവരിലുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കുകയില്ലല്ലോ. സാങ്കേതിക വിദ്യ എപ്പോഴും വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. അല്ലാതെ അവിടെ വെച്ച് തന്നെ അത് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഈഴവരെന്ന് പറയുന്നത് സാങ്കേതികപരമായിട്ട് ഒരുപാട് ഉന്നതിയിലുള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും. കാരണം 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ കപ്പലുകൾ നിർമ്മിച്ച് ഇവിടെ എത്തിച്ചേർന്നവരാണ്.
ഇനി കപ്പലുകളൊന്നുമല്ല, അവർ നീന്തിയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയാണ് സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്നത്? അവരിൽ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളുണ്ടെങ്കിൽ മാത്രമല്ലേ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്നാൽ മാത്രമല്ലേ പെറ്റുപെരുകി 1 കോടിയോളം വരുന്ന ഈഴവരായിട്ട് മാറുകയുള്ളൂ. ഇതിൽ യുക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഭാഷ, അവരെന്തായാലും കേരളത്തിൽ വന്നതിന് ശേഷമല്ല സംസാരിച്ച് തുടങ്ങിയത്, അതിനു മുൻപും അവർ സംസാരിക്കുന്നതാണ്. വെറും 5000 അല്ലെങ്കിൽ 6000 വർഷത്തെ പഴക്കം മാത്രമാണ് ഇതിനുള്ളത്. അവർ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതൊരു ദ്വീപാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയായിരുന്നിരിക്കണം. ആ ഭാഷയുമായിട്ട് അവർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ആ ഭാഷ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നത്? അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയുള്ളവർ വളരെ കുറച്ച് മാത്രമാണ്. ബാക്കിയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. കാരണം അന്ന് കേരളക്കാരെ വളരെ വലുതാണ്, ജനസംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എത്തിച്ചേർന്നവർക്ക് ഒരു വലിയ കൂട്ടമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഭാഷ ഉപേക്ഷിക്കുന്നതല്ല. ആ ഭാഷയുടെ എന്തെങ്കിലും ഒന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരും ഒരേ ഭാഷ തന്നെയാണ്. ഈഴവർ സംസാരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് നായന്മാരും സംസാരിക്കുന്നത്. അത് നമ്മൾ ഒരു 500 വർഷം അല്ലെങ്കിൽ ഒരു 1000 വർഷം പിന്നിലേക്ക് പോയാലും അതേ ഭാഷ തന്നെയാണ്. ഭാഷയിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. നേപ്പാളിൽ നിന്ന് വന്നു ചേർന്നവരാണ് നായരെങ്കിൽ നേപ്പാളിലെ സംസ്കാരവും ഭാഷയും ഒക്കെ തന്നെയും അവർക്കും ഉണ്ടായിരിക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള ഒരു വേർതിരിവും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഒരു ഈഴവനെയും ഒരു നായരെയും എടുത്തിട്ട് ഇതിൽ ആരാണ് നായർ, ഇതിലേതാണ് ഈഴവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുക വളരെ പ്രയാസമാണ്. കാരണം രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കാണാൻ. നായന്മാർ വളരെയധികം ചെറിയൊരു സംഖ്യ മാത്രമാണ്. പക്ഷേ അവർ ഒരു ഒറ്റ ഭൂഭാഗത്ത് മാത്രമല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂട്ടമായിട്ട് നേപ്പാളിൽ നിന്ന് എത്തിച്ചേർന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടമായിട്ട് തന്നെയായിരിക്കും ഇവിടെ തുടർന്ന് പോവുക. പക്ഷേ കേരളക്കര എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും നായന്മാരുണ്ട്. നായന്മാർ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, കുറച്ചധികം വർഷം പിന്നിലേക്ക് പോയാലും അവിടെയും ഈ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു യൂണിഫോമിറ്റി ഉണ്ടായത്? ചരിത്രമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തന്നെ ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് DNA പഠന ഫലങ്ങളിലേക്ക് എത്തി നോക്കാം. ഹ്യൂമൻ ജീനോം സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. DNA എടുത്ത് പരിശോധിച്ച് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഫലങ്ങൾ അത് ശരിക്കും ഞെട്ടിക്കുന്ന ഫലങ്ങൾ തന്നെയായിരുന്നു. അതുവരെ മലയാളികൾ വിശ്വസിച്ചു പോന്നിരുന്ന ഈ ചരിത്രമൊക്കെ തന്നെയും തെറ്റാണെന്ന് തെളിയിക്കുന്ന ഫലങ്ങളാണ് ലഭ്യമായത്. ഈ ജീനോം പഠനങ്ങൾ അനുസരിച്ച് കേരളത്തിലുള്ള നമ്പൂതിരിമാർക്കും ആദിവാസികൾക്കും ഈഴവർക്കും പുലയർക്കും നായന്മാർക്കും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ജീനോം തന്നെയാണ് ഉള്ളത്. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരേ അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്, ഒരേ ബ്രാഞ്ചിലൂടെ തന്നെ വളർന്നു വന്നവരാണ്. അതേസമയം നോർത്ത് ഇന്ത്യയിലുള്ള ഈ ബ്രാഹ്മിൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ അതുമല്ലെങ്കിൽ ഹരിയാനയിലോ ഉള്ള ആളുകളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആളുകളുമായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. കാഴ്ചയിലുള്ള വ്യത്യാസമല്ല, ഈ ജീനോം പഠനത്തിലൂടെയുള്ള DNA-യിലുള്ള വ്യത്യാസം തന്നെയാണ്. അതായത് അവിടെയുള്ള ബ്രാഹ്മിൻസ് അല്ല ഇവിടെയുള്ള ബ്രാഹ്മിൻസ്. നമ്മുടെ നാട്ടിലുള്ള ബ്രാഹ്മിൻസ് അത് പുലയരുമായിട്ട് തന്നെ സാമ്യമുള്ള ആളുകൾ തന്നെയാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരണം തന്നെയാണ്. കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെയെങ്ങും ഈ ജാതി വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല. അവിടെയെങ്ങും ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉള്ളതായിട്ട് പരാമർശിക്കുന്നുമില്ല. വേർതിരിവുകളുണ്ട്, പക്ഷേ അതൊന്നും ഈ ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർതിരിവുകളല്ല. അല്ലാതെ കൃഷിയുമായിട്ട് അവർ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർതിരിവുകളാണ്. മലമ്പ്രദേശങ്ങളിലുള്ള ആളുകൾ അവർ വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്. അതേസമയത്ത് തീരപ്രദേശത്തുള്ളവർ മുക്കുവരാണ്. അവർ പ്രധാനമായിട്ടും ഭക്ഷിച്ചിരുന്നത് ഈ മത്സ്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള വേർതിരിവുകളാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ജാതി പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നത് കേരളോൽപ്പത്തി എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. അത് അത്രയധികം പഴക്കമുള്ള ഒരു ഗ്രന്ഥമൊന്നുമല്ല. നമ്പൂതിരിമാർ ആരാധിക്കുന്ന അവരുടെ കുലദേവതകളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായിട്ടും അവർ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ആര്യന്മാരാണ് ഇവരെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുലദേവതമാരും ഒരേ ആളുകൾ തന്നെ ആയിരിക്കണം. അതിൽ മാറ്റമൊന്നും ഉണ്ടാകേണ്ടതല്ല.
പക്ഷേ അത് പരിശോധിച്ച് പോകുമ്പോഴും നമുക്ക് ഉത്തരം ഈ ജനിതക പഠനത്തിൻ്റെ ഉത്തരമായിട്ട് തന്നെയാണ് ലഭ്യമാകുന്നത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ നമ്പൂതിരിമാരെന്നുള്ള വിശേഷണമുള്ള ഉയർന്ന കുലത്തിലുള്ള ആളുകളാണെന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ കുലദേവത ആരാണ്? അത് വേട്ടയ്ക്കൊരുമകനാണ്. കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു ദേവത അല്ലെങ്കിൽ ഒരു ദേവനാണ് ഈ വേട്ടയ്ക്കൊരുമകൻ എന്ന് പറയുന്നത്. ആ വേട്ടയ്ക്കൊരുമകനെ നമുക്ക് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തോ കാണാൻ സാധിക്കുന്നതല്ല. ഈ ഒരു പ്രദേശത്ത് മാത്രമുള്ള ഒരു വേട്ടക്കാരനായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു ദേവനാണ്. ആ ദേവനെയാണ് ആരാധിക്കുന്നത്. അതായത് ദളിതനായിട്ടുള്ള ഒരു ദേവനാണ്. ആ ദേവനെയാണ് ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ആരാധിച്ചിരിക്കുന്നത്. വൈക്കം ഭാഗത്തുള്ള നമ്പൂതിരിമാരുടെ കുലദേവത, വൈക്കം ഭാഗത്ത് മാത്രമല്ല ഏതാണ്ട് മധ്യ കേരളത്തിലൊക്കെയുള്ള നമ്പൂതിരിമാരുടെ കുലദേവത അത് മരുതാണ്. മരുതെന്ന് പറയുന്നതും ദളിതരുടെ ഒരു ദേവത തന്നെയാണ്. ആ മരുതിനെ നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കുന്നതല്ല. ആര്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലുമുള്ള ബ്രാഹ്മിൻസ്, ആ ബ്രാഹ്മിൻസ് ആരും തന്നെ മരുതെന്ന പേരുള്ള ഒരു ദളിത് ദേവനെ ആരാധിക്കുന്നില്ല. പാലക്കാട് ഭാഗത്തുള്ള തമിഴ് ബ്രാഹ്മിൻസിൻ്റെ കുലദേവത എന്ന് പറയുന്നത് അയ്യനാരാണ്. ഈ അയ്യനാർ ശരിക്കും ദളിതരുടെ ഒരു ദേവൻ തന്നെയാണ്. അയ്യനാരെ പൂജിക്കുന്നത് മാംസവും മദ്യവും ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ തമിഴ് ബ്രാഹ്മിൻസ് മാംസവും മദ്യവും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അവരാരാധിക്കുന്നത് ഈ അയ്യനാരെ തന്നെയാണ്. അതൊരു ദളിത് ദേവൻ തന്നെയാണ്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് പത്മനാഭ മേനോൻ രചിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കേരള ചരിത്ര പുസ്തകമുണ്ട്. ആ ചരിത്ര പുസ്തകത്തിൽ നായന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നായന്മാരുണ്ടായതെന്ന്. ആ പുസ്തകം അനുസരിച്ച് നായന്മാരെന്ന് പറയുന്നത് ശരിക്കും ഒരു ജാതിയല്ല, അതൊരു തൊഴിലാണ്. നായർ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ലീഡർ എന്നാണ്. നേതാവ് എന്നൊരു അർത്ഥം മാത്രമേ അതിനുള്ളൂ. അല്ലാതെ ഈ നേപ്പാളിൽ നിന്ന് വന്ന ഒരു വിഭാഗം ആളുകൾ എന്നൊരു അർത്ഥമൊന്നുമില്ല. ശരിക്കും നായർ ഒരു വലിയൊരു സംഘടനയായിട്ടൊക്കെ മാറുന്നത് തീർച്ചയായിട്ടും നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSSൻ്റെ തുടക്കത്തോടു കൂടി തന്നെയാണ്. അത് സ്ഥാപിക്കുമ്പോൾ ഏതാണ്ട് 12ഓളം അംഗങ്ങളുണ്ടായിരുന്നു. ആ അംഗങ്ങളിൽ 2 പേർക്ക് മാത്രമാണ് നായർ എന്ന സർനെയിം ഉണ്ടായിരുന്നത്. ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ പിള്ളയും മറ്റ് ഉപജാതികളും ഒക്കെ ആയിരുന്നു. അവരെല്ലാം സംഘടിച്ച് ഒരൊറ്റ ജാതിയിൽപ്പെട്ട ആളുകളായിട്ട് മാറുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഘടന ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകൾ ചെയ്തിരുന്ന ആളുകൾ സംഘടിച്ച് ഏതാണ്ട് ഒരേ കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് മാറുന്നത്. വിശ്വകർമ്മയിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. വിശ്വകർമ്മ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജാതിയൊന്നുമല്ല, അതൊരു കൂട്ടായ്മയാണ്. ഏതാണ്ട് ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ SC എന്ന രീതിയിലും നമുക്കൊരു വിഭാഗം ആളുകളെ സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ശരിക്കും ജാതിയൊന്നുമല്ല. ഒരു കാലത്ത് ഒരുപാട് നീചമായിട്ടുള്ള അനാചാരങ്ങൾക്ക് അകപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള വേർതിരിവിൻ്റെ ഇരകളായി മാറിയിട്ടുള്ള കുറേ വിഭാഗം ആളുകൾ, ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവർക്കായിട്ട് ഭരണഘടനയിൽ ഒരു പ്രത്യേക സ്കെഡ്യൂൾ കൊടുക്കുകയുണ്ടായി. ആ സ്കെഡ്യൂളിൽപ്പെട്ടിട്ടുള്ള കാസ്റ്റുകളെല്ലാം ചേർത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റായിട്ട് അല്ലെങ്കിൽ SC എന്ന കാസ്റ്റായിട്ട് മാറുകയായിരുന്നു. അല്ലാതെ അതൊരു ജാതിയൊന്നുമല്ല. കുറച്ചുകൂടെ പഴക്കമുള്ള ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഈ ജാതികളൊക്കെ കാണാൻ സാധിക്കും. നമ്പൂതിരിമാർക്ക് പ്രത്യേക പേരുകളുണ്ട്. അവർ ചിലപ്പോൾ വിഷ്ണു നമ്പൂതിരി എന്നോ അല്ലെങ്കിൽ വാസുദേവൻ നമ്പൂതിരി എന്നൊക്കെയുള്ള പേരുകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. പക്ഷേ നായന്മാരിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ, ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ നായരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് കാണാൻ സാധിക്കുക. അതേസമയം ഈഴവ പുലയ സമുദായങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചാത്തൻ അല്ലെങ്കിൽ ചടയൻ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കുറേയധികം പിന്നിലേക്ക് പോകുമ്പോൾ എല്ലാ ആളുകൾക്കും ഏതാണ്ട് ഒരേ തരത്തിലുള്ള പേരുകൾ തന്നെയാണെന്നും കാണാൻ സാധിക്കും. തിരുവട്ടൂർ ശിലാരേഖയിൽ നമ്പൂതിരിമാരെന്ന് പരാമർശിക്കുന്ന ചില പേരുകളൊക്കെയുണ്ട്. ആ പേരുകൾ നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പേരുകളൊന്നുമല്ല. വൈക്കത്ത് ചാത്തൻ അല്ലെങ്കിൽ ചടയൻ അത്തരത്തിലുള്ള പേരുകളൊക്കെയാണ് അതിൽ കാണുന്നത്. ഉയരവും നിറവും വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. കൂടുതലും ഇരുണ്ട നിറമുള്ള ആളുകളാണ് ഉള്ളതെങ്കിലും വെളുത്ത നിറമുള്ള ആളുകളുമുണ്ട്. ഈ വെളുത്ത നിറമുള്ള ആളുകളെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഉയർന്ന ജാതിയിലാണ്, പ്രധാനമായിട്ടും നമ്പൂതിരി ജാതിയിലാണ്. പക്ഷേ താഴ്ന്ന ജാതിയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പുലയ വിഭാഗങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കൂടുതലായിട്ടും കറുത്ത നിറത്തിലുള്ള ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ജനിതക ഘടന തുല്യമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഉയരം നമുക്ക് ആദ്യം എടുക്കാം. ഉയരം എടുക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം, ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന കാര്യം കൂടെ പറയാം. 1498
വാസ്കോഡ ഗാമ എന്ന ഡച്ചുകാരൻ നമ്മുടെ കേരളക്കരയിൽ എത്തിച്ചേരുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഡച്ചുകാരുടെ ഉയരവും ആ ഭൂഭാഗത്തുണ്ടായിരുന്ന മലയാളികളുടെ അല്ലെങ്കിൽ കേരളക്കാരുടെ ഉയരവും ഏതാണ്ട് തുല്യം തന്നെയായിരുന്നു. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഡച്ചുകാരെന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പലർക്കും നീളം വളരെ കുറവാണ്. ഏറ്റവും നീളം കുറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. ആ ഒരു വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഭക്ഷണം തന്നെയാണ്. കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുടെ അടുത്ത തലമുറകൾ കൂടുതൽ ഉയരമുള്ള ആളുകളായിരിക്കും. തൊട്ടടുത്തുള്ള തലമുറയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ചധികം തലമുറകൾ കഴിയുമ്പോഴായിരിക്കും പ്രകടമായിട്ടുള്ള നീളത്തിലെ ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യമാവുക. ഇപ്പോൾ പുലയർ അല്ലെങ്കിൽ ഈഴവരായിട്ടുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ അവർ ആ കാലഘട്ടങ്ങളിൽ, അതായത് പഴയ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ഭക്ഷിച്ചിരുന്നത് അരിയാഹാരം മാത്രമായിരുന്നു. അവർ കൃഷി ചെയ്ത് കിട്ടുന്നതിൻ്റെ നെല്ലിൻ്റെ ഒരു ചെറിയ വിഹിതം അവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി ആ കഞ്ഞി മാത്രമാണ് അവർ ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ പഴവർഗ്ഗങ്ങളോ പയറോ അങ്ങനെയുള്ള ധാന്യമണികളൊന്നും കഴിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇത് നമുക്ക് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് നീളം വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് പൂർണ്ണമായിട്ടും അവരുടെ ഭക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളുടെ ഉയരം വർദ്ധിക്കുമെന്നല്ല. അടുത്ത തലമുറകളിലായിരിക്കും ആ വർധനവ് നമുക്ക് കാണാൻ സാധ്യമാവുക. 1905 പ്രസിദ്ധീകരിച്ച ഒരു ആന്ത്രോപോളജിക്കൽ പഠന റിപ്പോർട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജാതിയിലുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നീളമാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കാരണം ഈ ഭക്ഷ്യവസ്തുവിലുണ്ടായ ഏറ്റക്കുറച്ചിൽ തന്നെയാണ്. കൂടുതലായി ഭക്ഷണം കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് നീളം വയ്ക്കുന്നതാണ്. ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം ലഭ്യമായി തുടങ്ങിയിട്ട് അധിക വർഷമൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം തലമുറകൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ നീളത്തിൽ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നീളത്തിൽ എല്ലാവർക്കും അങ്ങനെ പിന്നിലാണെന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഉയരം കൂടിയിട്ടുള്ള പുലയ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉയരം കുറഞ്ഞിട്ടുള്ള നമ്പൂതിരിമാരുമുണ്ട്. പക്ഷേ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ആ ആവറേജ് ഉയർന്ന ജാതിയിലുള്ളവർക്ക് തന്നെയായിരിക്കും കൂടുതൽ. ഇനി നിറം എങ്ങനെയാണ് വ്യത്യസ്തമായെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാം. ഇബൻ ബത്തൂത്ത എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലോകസഞ്ചാരിയുണ്ട്. ആ ലോകസഞ്ചാരി നമ്മുടെ കേരളത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അന്നത്തെ സാമൂതിരിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനും അയാൾക്ക് സാധ്യമായിട്ടുണ്ട്. അയാളുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത്രയധികം കറുത്ത ഒരു രാജാവിനെ ഞാൻ ഇതിനു മുൻപെങ്ങും കണ്ടിട്ടില്ല എന്നാണ്. ഇബൻ ബത്തൂത്ത വരുന്നത് യൂറോപ്പിൽ നിന്നൊന്നുമല്ല. അയാൾ ഒരു അറബിയാണ്. അറബി രാജ്യത്തു നിന്നാണ് അയാൾ എത്തിച്ചേർന്നത്. ഈ ഇബൻ ബത്തൂത്തയ്ക്ക് സാമൂതിരി ഒരു കറുത്ത ആളായിട്ടാണ് തോന്നിയത്. പക്ഷേ ആ നാട്ടിലുള്ള മറ്റ് പല ആളുകൾക്കും വെളുത്ത നിറമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ സാമൂതിരിയുടെ അടുത്ത തലമുറകൾ കൂടുതലായിട്ടും വെളുത്ത നിറത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കറുത്ത നിറം വെളുത്ത നിറമായിട്ട് മാറിയത്? അത് സെക്ഷൽ സെലക്ഷനാണ്. നാച്ചുറൽ സെലക്ഷൻ പോലെ തന്നെയാണ് സെക്ഷൽ സെലക്ഷനും ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഫിനാൻഷ്യലി നല്ല ബാക്കപ്പ് ഉള്ള ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി ആരെയായിരിക്കും വിവാഹം ചെയ്യുക? തീർച്ചയായിട്ടും ഒരു ജോലിയുള്ള ഫിനാൻഷ്യലി നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പോ അവിടെ ഈ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമില്ല. നല്ല രീതിയിൽ ഭൂസ്വത്തുള്ള കൂടുതൽ പശുക്കളെയും ആടുകളെയും ഒക്കെ ഉള്ള ധനികരായിട്ടുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന കുലത്തിൽപ്പെട്ട ആളുകൾ, ആ ആളുകൾ തീർച്ചയായിട്ടും വിവാഹം ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് വെളുത്ത നിറത്തിലുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ തന്നെ ആയിരിക്കും. ഞാൻ പറയുന്നത് ഈ ജാതി വ്യവസ്ഥ വരുന്ന ആ ഒരു കാലഘട്ടമല്ല, അതിൻ്റെയൊക്കെ ഒരു തുടക്കഘട്ടമാണ്. ആ തുടക്കഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വെളുത്ത നിറമുള്ള ആളുകളെ കൂടുതലായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. അതാണ് സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭക്ഷണം ലഭ്യമാകാത്ത, കാര്യമായിട്ട് സ്വത്തുക്കളൊന്നുമില്ലാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള സ്ത്രീകളെ കിട്ടാതെ വരികയുണ്ടായി. പിന്നീട് അവർക്ക് കിട്ടുന്നതൊക്കെ തന്നെയും കറുത്ത നിറമുള്ള സ്ത്രീകളെ മാത്രമാണ്. ഈ കറുത്ത നിറം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മോശമായിട്ടുള്ള നിറമാണെന്നല്ല. പക്ഷേ പല ആളുകളും അതിനെ അങ്ങനെ മോശമായിട്ട് കാണാറുണ്ട്.
അവരിൽ പലർക്കും കറുത്ത നിറം ആകർഷണം കുറവുള്ള ഒരു നിറമായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ്. നിറത്തിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ പോലും അതൊരു പ്രകടമായിട്ടുള്ള വ്യത്യാസമൊന്നുമല്ല. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അതൊരു പ്രകടമായിട്ടുള്ള വ്യത്യാസം തന്നെയാണ്. പക്ഷേ ഒരു ഫോറിനർ, ഒരു ആഫ്രിക്കക്കാരൻ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഇവിടെ കേരളത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുകയില്ല. ഏതാണ്ട് ഒരേ നിറം തന്നെ. ഒന്നെങ്കിൽ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എന്ന രീതിയിലാണ് അവർ നമ്മുടെ നിറത്തെ എടുക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ നിറം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ആഫ്രിക്കക്കാർ നമ്മളെക്കാൾ കുറച്ചുകൂടെ ഇരുണ്ട നിറമുള്ള ആളുകളാണ്. യൂറോപ്യൻസ് നമ്മളെക്കാളൊക്കെ വളരെയധികം വെളുത്ത നിറമുള്ള ആളുകളാണ്. അപ്പോൾ ലോകത്തിലുള്ള ജനസംഖ്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിറം ഏതാണ്ട് ഒരേ തരത്തിലുള്ള നിറം തന്നെയാണ്. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടെന്ന് മാത്രം. അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. ഭൂമധ്യ രേഖയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് കുറച്ചുകൂടെ മാറിയുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ നേരെ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം പതിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അൾട്രാ വയലറ്റ് രശ്മികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അഡാപ്റ്റേഷനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ നിലനിന്ന് പോകണമെങ്കിൽ ഈ അൾട്രാ വയലറ്റ് രശ്മികളെ നമുക്ക് തടഞ്ഞു നിർത്തേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് മെലാനിൻ പിഗ്മെൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ആ മെലാനിൻ പിഗ്മെൻറ്റുകളാണ് നമ്മുടെ ത്വക്കിന് നിറം നൽകുന്നത്, കറുത്ത നിറം നൽകുന്നത്. ആ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ ലക്ഷ്യം കറുത്ത നിറം നൽകുക എന്നതല്ല, ഈ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുക എന്നതാണ്. അങ്ങനെ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറുത്ത നിറമുണ്ടാകുന്നു. പക്ഷേ യൂറോപ്യൻസിന് അവിടെ സൂര്യപ്രകാശം നന്നേ കുറവാണ്. അവിടെ അൾട്രാ വയലറ്റ് രശ്മികളെന്നല്ല, സാധാരണ സൂര്യപ്രകാശം പോലും എത്തിച്ചേരുന്നില്ല. സൂര്യപ്രകാശം നമുക്ക് വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി നമുക്ക് ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലുള്ള മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് കുറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ വൈറ്റമിൻ ഡിയെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം കേരളത്തിൽ നിന്നൊരു മലയാളി യൂറോപ്പിൽ പോയി താമസിച്ച് 10 വർഷം കഴിയുമ്പോൾ സായിപ്പായിട്ട് മാറുമെന്നല്ല. ഈ മാറ്റം സംഭവിക്കുന്നത്, നിറത്തിലുള്ള ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അവരുടെ കുറേയധികം തലമുറകൾ കൊണ്ടാണ് അവരിൽ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് അങ്ങനെ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് കുറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന മാറ്റമല്ല പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങൾ. കേരളത്തിൽ മാത്രമല്ല, ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഇരുണ്ട നിറമുള്ള ആളുകളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പരിണാമപരമായിട്ടുള്ളൊരു നേട്ടമാണ്. ഈ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഭാഗത്ത് കൂടുതലായിട്ട് ഇരുണ്ട നിറമുള്ള ആളാണെങ്കിൽ അയാളാണ് പരിണാമപരമായിട്ട് ഏറ്റവും നേട്ടം കൈവരിച്ചിട്ടുള്ള വ്യക്തി. അയാൾ ഒരു താഴ്ന്ന ആളല്ല, അയാൾ ഉയർന്ന ആളാണ്. പരിണാമപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഭൂമധ്യരേഖയുടെ മധ്യഭാഗത്തുള്ള കറുത്ത നിറമുള്ള ആൾ അത് അല്പം വെളുത്ത നിറമുള്ള ആളേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ആളായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. കാരണം അയാളുടെ എവല്യൂഷൻ അയാളെ ആ പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കുന്ന മികച്ച ഒരു മനുഷ്യനാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ വെളുത്ത ആളേക്കാളും. ഇത് നേരെ തിരിച്ച് അധികം സൂര്യപ്രകാശം എത്തിച്ചേരാത്ത ഉത്തര ധ്രുവത്തോടോ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തോടോ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലും ബാധകമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഒരേ ആളുകൾ തന്നെയാണ്. ഇവിടെ നമ്പൂതിരി, നായർ, ഈഴവ, പുലയ എന്ന് പറയുന്ന ജാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജോലിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള നിർവചനങ്ങൾ മാത്രമാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരിലും ഒരേ രീതിയിലുള്ള DNA തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. പുലയനെ കണ്ടാലും നമ്പൂതിരിയെ കണ്ടാലും പ്രത്യേകമായിട്ട് ഒരു ബഹുമാനമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു വേർതിരിവോ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ എല്ലാവരിലും ഒഴുകുന്നത് ഒരേ രക്തം തന്നെയാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമ്പോൾ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാത്ത രീതിയിൽ രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന, അങ്ങനെ പറയപ്പെടുന്നതേ ഉള്ളൂ, അവർ അങ്ങനെയുള്ള താഴ്ന്ന ജാതിയിലൊന്നും പെട്ട ആളുകളല്ല. അവരെക്കുറിച്ച് മോശമായ രീതിയിലൊന്നും വിമർശനങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താതിരിക്കുക. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ കമൻറ്റ് ബോക്സ് ഉള്ളത്. തീർച്ചയായിട്ടും കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ
അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.